ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ശുഭ്കോന ശുശ്രൂഷ എന്നാൽ അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷ എന്നാണ് അർത്ഥം. നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ പരിശുദ്ധ നോമ്പിനും പീഡാനുഭവങ്ങളുടെയും ഉയർപ്പിൻ്റെയും അനുസ്മരണത്തിന് മുൻപായി എല്ലാവരോടും എല്ലാറ്റിനോടും അനുരഞ്ജനപ്പെടുന്നതാണ് ഈ ശുശ്രൂഷ. നമ്മുടെ മുസ്ലിം സഹോദരങ്ങളും അവരുടെ പുണ്യ തീർത്ഥാടനമായ ഹജ്ജ്, ഉംറ എന്നിവയ്ക്ക് യാത്ര തിരിക്കുന്നതിന് മുൻപും ഇതുപോലെ പരസ്യമായി നിരപ്പാകുവാൻ ശ്രമിക്കാറുണ്ട്. അനുരഞ്ജനം എന്തിനോടാണ് വേണ്ടത്? വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാതിരുന്നാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളും ക്ഷമിക്കുകയില്ല എന്ന്. ആദ്യം തൻ്റെ സഹോദരനോട് നിരപ്പാകണം, എന്നിട്ടേ ബലിയർപ്പിക്കുവാൻ പോലും പോകാവൂ എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. പക്ഷേ നാം പരസ്പരം നിരപ്പാകാതെ വിശുദ്ധ കുമ്പസാരം സ്വീകരിച്ച് ദൈവത്തോട് നിരപ്പാകാൻ ശ്രമിക്കും. അഥവാ ഇനി പരസ്പരം നിരപ്പാകാൻ ശ്രമിച്ചാലും തന്നെ അത് അധികം വൈകാതെ ലംഘിക്കപ്പെടുകയും ചെയ്യും. എന്താണ് ഇതിന് കാരണം? എനിക്ക് തോന്നുന്നു ആദ്യമേ നിരപ്പാകേണ്ടത് നമുക്ക് നമ്മോട് തന്നെയാണ്. സ്വയം അനുരഞ്ജനപ്പെടുക എന്നാൽ എന്താണ്? ഇത് മനസ്സിലാക്കാൻ മറ്റൊരു ചോദ്യം സ്വയം ചോദിക്കണം: എനിക്ക് എന്നെ തന്നെ പൂർണ്ണമായും ഇഷ്ടമാണോ? പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് എന്നെ തന്നെ ഇഷ്ടമല്ല, എൻ്റെ സ്വഭാവം ഇഷ്ടമല്ല. പലർക്കും സ്വന്തം ശരീരത്തിൻ്റെ ആകാരത്തെപ്പറ്റി, നിറത്തെപ്പറ്റി, കഴിവില്ലായ്മയെപ്പറ്റി ദൈവസന്നിധിയിലും മറ്റുള്ളവരുടെ അടുക്കലും ഏറെ പരാതിപ്പെടുന്നവരാണ്. ഈ സൗന്ദര്യവും സൗന്ദര്യമില്ലായ്മയും, കഴിവും കഴിവുകേടും, നേട്ടവും കോട്ടവും എല്ലാം ദൈവദാനമാണ് എന്ന് തിരിച്ചറിയുവാൻ തുടങ്ങിയാലേ സ്വയം അനുരഞ്ജനം സാധ്യമാകും. നിലം പറ്റി വളരുന്ന മുക്കുറ്റിയോ നിലപ്പനയോ അവയ്ക്ക് വൻമരം പോലെ ആകുവാൻ കഴിഞ്ഞില്ല എന്ന് പരാതിപ്പെടുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഓരോ സൃഷ്ടിക്കും അതാതിൻ്റെ പ്രയോജനവും നിയോഗവുമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഉള്ള അവസ്ഥ ദൈവം നൽകിയിട്ടുള്ളതാണെന്നും അതിന് അതിൻ്റേതായ പ്രയോജനവും അതിൻ്റേതായ ലക്ഷ്യവുമുണ്ട് എന്ന് മനസ്സിലാക്കണം. സ്വയം മനസ്സിലാക്കി തന്നോട് തന്നെ നിരപ്പായ ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളവരുടെ യഥാർത്ഥമായ അവസ്ഥ മനസ്സിലാക്കുവാനും അതിനോട് താതാത്മ്യപ്പെടുവാനും സാധിക്കുകയുള്ളൂ. യേശു പാപികളെയും അശുദ്ധ ജീവിതം നയിക്കുന്നവരെയും കുറ്റപ്പെടുത്താതെ അവരുടെ അവസ്ഥയിൽ അവരോട് കരുണ കാണിച്ചിരുന്നു. നമുക്കതിന് കഴിയാറില്ല, കാരണം നമുക്ക് നമ്മെ അറിയുകയില്ല. പ്രിയമുള്ളവരെ, അനുരഞ്ജന ശുശ്രൂഷയ്ക്കായി ഒരുങ്ങുന്നതിന് മുൻപ് സ്വയം അംഗീകരിച്ച് സ്വന്തം കുറവുകളെയും കഴിവുകളെയും മേന്മകളെയും കുറവുകളെയും ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും എല്ലാം ഉൾക്കൊള്ളൂ. എന്നിട്ട് സഹോദരങ്ങളോട് നിരപ്പാകും. അത് നിലനിൽക്കും. സഹോദരങ്ങളുടെ തെറ്റുകൾ നാം ക്ഷമിക്കുമ്പോൾ ദൈവം നമ്മുടെയും തെറ്റുകൾ ക്ഷമിക്കും. ശുഭ്കോന ശുശ്രൂഷയിലൂടെ പ്രവേശിച്ച് പരിശുദ്ധ നോമ്പ് ആചരിച്ച് ഉയർപ്പിൻ്റെ പ്രത്യാശ അടിയുവാൻ ദൈവം എന്നെയും നിങ്ങളെയും യോഗ്യരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.